ഹലോ ഡിയേഴ്സ്, അഖില മിസ് ആണ്. അപ്പോൾ ഇതാ നമ്മുടെ USSൻ്റെ റിസൾട്ടൊക്കെ വന്നിരിക്കുന്ന വിവരം മക്കളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? നിങ്ങളുടെ സീനിയേഴ്സൊക്കെ നിങ്ങളെടുത്ത് ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും അവരുടെ ഈ പറഞ്ഞിട്ടുള്ള സക്സസ്സും കാര്യങ്ങളും ഒക്കെ. നമുക്കും ഇതാ നമ്മുടെ ധ്രുവ ബാച്ചിലുള്ള കുറേ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് മെസ്സേജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തുടക്കം മുതൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചതുകൊണ്ടാണ് അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ USS എന്ത് ചെയ്യാൻ പറ്റിയത്, നേടിയെടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ നിങ്ങളെടുത്ത് പറയാൻ കാരണം ഇപ്പോൾ ഇതാ നമ്മളെ തുടക്കമാണ് അല്ലേ, നമ്മളിതാ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നേ ഉള്ളൂ. നമ്മൾ 7ാം ക്ലാസ് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് തുടക്കം മുതൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ USSും സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ബേസിക് സയൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കുറേ മക്കളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് നമ്മുടെ ബേസിക് സയൻസ് എന്ന് പറയുന്നത്. അതിനൊരു റീസൺ ആയിട്ട് കുറേ പേര് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് പുതിയ ടേംസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഓരോ ചാപ്റ്റേഴ്സ് കഴിയുന്നതിനനുസരിച്ച് കടന്നു വരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ മലയാളം മീഡിയം ആണെങ്കിലും ശരി, ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും ശരി, അല്ലെ ഒരുപാട് പുതിയ കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ USS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. പക്ഷേ അങ്ങനെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതും ഈ പറയുന്ന പോലെ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ചതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ USS ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അതിന് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ വളരെ ആഴത്തിൽ എന്ത് ചെയ്യണം, കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഇൻഡയറക്റ്റായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വേണ്ട ആൻസർ ചൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ, നമുക്കറിയാം നമ്മുടെ 7ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവഞ്ചേഴ്സ് ബാച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിതാ തുടക്കത്തിൽ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നൽകിയിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും എന്ത് ചെയ്യും, ചാപ്റ്റേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബേസിക് സയൻസിലാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമ്മളിതാ എന്ത് ചെയ്യുകയാണ്, യൂണിറ്റ് ടെസ്റ്റ് നടത്തുകയാണ് ചെയ്യുക. അപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ആൻസർ കീ ഡിസ്കഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യും. അതുപോലെ ഓണം എക്സാമിനും ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും എല്ലാം എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന പോലെ മോഡൽ എക്സാമിനേഷൻസും അതിൻ്റെ ആൻസർ കീ ഡിസ്കഷൻസും എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ USSനും വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബേസിക് സയൻസിൽ നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിനകത്ത് ഒരുപാട് എന്താണ് പുതിയ ഉപകരണങ്ങളെ പറ്റി പറയുന്നുണ്ടാവും, സയൻറ്റിസ്റ്റുകളെ പറ്റി പറയുന്നുണ്ടാവും. ഈ കാര്യങ്ങളൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, 7ാം ക്ലാസ്സിലെ എക്സാമിന് നമുക്ക് ആവശ്യമായിട്ട് വരണമെന്നില്ല അല്ലേ. പക്ഷേ USSന് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ ആ ഒരു ഓളത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റണം. അപ്പോൾ അതിനുള്ളൊരു സാധ്യത കൂടിയാണ് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. ഇനി ഇതല്ലാത്ത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും എന്താണ്, അല്ലെങ്കിൽ ഈ പറയുന്ന അവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ബാച്ചാണ് നമ്മുടെ ധ്രുവ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ധ്രുവ ബാച്ചിലും ആക്സസ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 7ാം ക്ലാസ്സും USSും ഒരുമിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെയും നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതാ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ബാച്ചിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 7ാം ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് കൃത്യമായിട്ട് പരീക്ഷകളൊക്കെ എഴുതി നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യണം. ആ നിശ്ചിത മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് USS അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ USSും നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാടാ. അതാ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ കാണാം. ബൈ.